ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നവരുടെ റീഡിങ്. 2 ഫയലുണ്ട്. ഒന്ന് വലിയൊരു ശംഖും ഒരു ചെറിയ ശംഖും. അപ്പോൾ ഫസ്റ്റ് ചെറിയ ശംഖ് സെലക്ട് ചെയ്യുന്നവരുടെ കാർഡ് വായിക്കാം. രണ്ടാമത് ഈ വലിയ ശംഖ് സെലക്ട് ചെയ്തവരുടെ. അപ്പം എല്ലാവരും ഒരു 2 സെക്കൻഡ് ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്യും. ഏത് ഫയലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് എടുക്കുവാണ്. ഇത്രയാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതാ എടുക്കാൻ പോകണേ. 7 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് കപ്സ്. അപ്പോൾ ഇത് കൂടുതലും പൈസയുടെ എന്തോ വിഷമമായിട്ടിരിക്കുന്നവരുണ്ട്. ഈ ഫയൽ തിരഞ്ഞെടുത്തവർ പൈസയുടെ ബുദ്ധിമുട്ട് ഉള്ളവർ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പം ഈ 7 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നു. സാമ്പത്തികമായിട്ട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങൾ പൈസയുടെ കാര്യം എന്താണോ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. പാസ്റ്റിൽ എന്തോ കാര്യത്തിൽ നിങ്ങൾ നേടിയ പൈസ നഷ്ടപ്പെടുന്നത് അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നുണ്ട്. അത് തിരിച്ച് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുന്നുണ്ട്. 7 ഓഫ് സോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തോ ചീറ്റിങ് കിട്ടിയിട്ടുണ്ട് പൈസയുടെ കാര്യത്തിൽ. അപ്പം അതോർത്ത് വിഷമിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ മാറി ഇപ്പം നിങ്ങളിലേക്ക് ഇനിയും വന്നു ചേരുവാണ് പൈസ. അപ്പം കിങ് ഓഫ് കപ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സമാധാനത്തോടെ ആ പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കണം. അത്ര വിഷമിച്ചിരിക്കുമായിരുന്നു, നിങ്ങളെ ചീറ്റിങ്ങിലും പിന്നെ പൈസ പരമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സമാധാനത്തിൽ കയ്യിൽ പൈസയൊക്കെ വന്നു ചേർന്ന സന്തോഷത്തിൽ ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. പൈസ നല്ലതുപോലെ വന്നു ചേരും. ഇനിയും ആ ഒരു പഴയ കാര്യം ആലോചിച്ച് ചീറ്റിങ് കിട്ടിയാൽ ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ തന്നെ പ്രൊട്ടക്ഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇനി ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി പൈസയുടെ നല്ലൊരു എനർജി വരുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം ഫുൾഫില്ലായ ഒരു ലക്കി ആയിട്ടുള്ള സമയമാണിപ്പം. അപ്പം 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പം ഫാമിലിയായിട്ടൊക്കെ സന്തോഷമായിട്ട് ഇനിയിപ്പോൾ നിങ്ങളിരിക്കും. ഇതുവരെ ഒരു വിഷമിച്ച് ആരുടെയും കൂടാതെ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസയൊക്കെ വന്നാൽ നിങ്ങളുടെ വിഷമമൊക്കെ മാറി സന്തോഷമായിട്ട് ഫാമിലിയായിട്ടൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. പൈസയും ഇഷ്ടം പോലെ കയ്യിൽ വരുന്നുണ്ട്.
ഒരു നല്ല എനർജിയാണ് ഈ ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പാസ്റ്റിൽ എന്തോ ഞങ്ങൾക്കൊരു ചീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ആയിരുന്നാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ മാറി. ഇനിയിപ്പം എല്ലാം പൈസ വന്നു ചേരുന്ന എനർജിയാണ് എല്ലാം ഇതിനകത്ത്. 8 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ എല്ലാം പൈസയുടേതായ ബുദ്ധിമുട്ടെല്ലാം വന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇനി പൈസയൊക്കെ വന്നു ചേരുന്ന സമയമായിരിക്കും. അപ്പോൾ ഒന്നും വിഷമിക്കണ്ട, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ആ ഒരു ചീറ്റിങ്ങിൻ്റെ വിഷമമൊക്കെ മാറി സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു ഹാപ്പിയായിട്ടുള്ളൊരു കുടുംബജീവിതമൊക്കെ ഉണ്ടാകും എല്ലാവർക്കും. ഒന്നും വിഷമിക്കണ്ട. ഫസ്റ്റ് തിരഞ്ഞെടുത്തവരെ റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇനി സെക്കൻഡ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കാം നമുക്ക്. രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ കാർഡ് നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. രണ്ടാമത്തെ പേര് തിരഞ്ഞെടുത്തിട്ട് നോക്കാം. ടവർ വന്നിട്ടുണ്ട്, ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, ദ ഹെർമിറ്റ്, ദ ഹാങ്ഡ് മാൻ, സൺ, 7 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് സോൾസ്. ഇതിനകത്ത് കൂടുതലും മേജർ ആർക്കന കാർഡാണ് വന്നിരിക്കുന്നത്. ടവർ വന്നിട്ടുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട്. ഫസ്റ്റ് പേര് തിരഞ്ഞെടുത്തവരുടെ എല്ലാം മണിയുടെ കാര്യമായിരുന്നു കൂടുതൽ അതിനകത്ത്. പക്ഷേ ഇത് ലവേഴ്സ് കാർഡ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം റിലേഷൻഷിപ്പുമായിട്ടുള്ള കാര്യമായിരിക്കും ഇതിനകത്തെല്ലാം സെക്കൻഡ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം, എല്ലാവരോടും നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരൊക്കെ ഒരു ഫീൽ ആയിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഈ ലവേഴ്സ് കാർഡ് വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പാസിറ്റീവ് കണക്ഷനുള്ളൊരു പങ്കാളി ആയിരിക്കണം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷത്തിൽ. അപ്പം നിങ്ങളുടെ ഈ ഹെർമിറ്റ് വന്ന ആ ഒറ്റപ്പെടലൊക്കെ മാറി നിങ്ങൾ ആ ഒരു ആളിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾ വരുന്നു, വെയിറ്റ് ചെയ്തിരിക്കുകയല്ല, ആൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അത് ഈ ലവേഴ്സ് കാർഡ് ശരിക്കും മേജർ ആർക്കന കാർഡിലൊക്കെ ഉണ്ട്. അപ്പം അത് ശരിക്കും പോസിറ്റീവ് കണക്ഷൻ ഉള്ളതാണ്. കഴിഞ്ഞ ജന്മേ നിങ്ങൾ ഒരുമിച്ചുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല വിഷമം അവർ വരാത്തതിൻ്റെ അതായിരിക്കും ഒറ്റപ്പെടലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ ഒരു ഇരുട്ടത്തിരിക്കുന്ന പോലായിരുന്നു, ആ വിഷമിച്ച് അവർ വരാത്തതിൻ്റെ ആ ഒരു അകന്നു പോയതിൻ്റെയൊക്കെ വിഷമമായിരിക്കും. അപ്പോൾ അതൊക്കെ മാറി വെളിച്ചത്തിലേക്ക് വരും നിങ്ങൾ. സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു ഫീലായിരിക്കും. എല്ലാം റിലേഷൻഷിപ്പ് നല്ലതാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ നല്ല സന്തോഷമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. പുതിയ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്തൊക്കെ ഇനി നേരത്തെയുള്ള തെറ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുമായിട്ടുള്ള ഇതിൻ്റെ സംസാരത്തിൽ വല്ല
ഇത് പിണക്കം വന്നതെല്ലാം ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണ് തെറ്റ് അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇനി മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഹാങ്ക്ഡ് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ജീവിച്ചെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം വരാൻ എന്തോ ചെയ്യേണ്ടത് അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതാണ് ഹാങ്ക്ഡ് മാൻ 6 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സ്ഥലത്തു നിന്ന് വേറെ എവിടേക്കോ പോകുന്നുണ്ട്. അപ്പോൾ ഒന്നൊരു യാത്രയായിരിക്കാം ഈ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട്, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിരിക്കാം ഇതിൽ നിന്ന് മാറി നിങ്ങൾ സന്തോഷത്തിലേക്ക് വരുവാണ്. അതായിരിക്കും. അപ്പം നിങ്ങൾക്കൊന്ന് മാറാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ഉള്ള സ്ഥലത്തു നിന്നുള്ള വിഷമങ്ങളും അതെല്ലാം മാറ്റി നിങ്ങൾക്കൊരു സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പോവായിരിക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ 7 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് കഴിഞ്ഞ ജന്മേ നിങ്ങൾ ഒന്നായിരുന്നു. അപ്പം അന്ന് നിങ്ങളിതുപോലെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ഈ പ്രാവശ്യവും നിങ്ങൾ ഇത് തന്നെ ഈ ജന്മത്തിലും. അപ്പോൾ അത് നിങ്ങൾ വരുന്നതിൻ്റെ ആ ഒരു കാത്തിരിപ്പാണ്. അത് ഇനിയിപ്പം ഒരുമിക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഒരുമിക്കാൻ അവർ എത്രയും പെട്ടെന്ന് എത്തും. അപ്പോൾ അതിൻ്റെ സന്തോഷമായിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ സൺ കാർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവുക. പിന്നെ വിഷമമൊന്നും വരത്തില്ല, സന്തോഷമല്ലേ. അപ്പോൾ ഇതാണ് സെക്കൻഡ് പേയിൽ തിരഞ്ഞെടുത്തൊരു റീഡിങ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.